ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, അതായത് ഷുഗർ ഉള്ളവർക്കും നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിഫിനാണേ. അത് നമ്മുടെ ചാമ വെച്ചിട്ടാട്ടോ. അപ്പോൾ ചാമ കൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കും, ചോറുണ്ടാക്കും, അതുപോലെ ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ആ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒന്ന് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ചാമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയണ്ട, നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പോൾ ലിറ്റിൽ മില്ലറ്റ്, നമ്മൾ ചാമ മില്ലറ്റുകളിൽ പെടുന്ന ഒന്നാണ് ചാമ. തിന, ചാമ എന്നൊക്കെ പറയില്ലേ കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചാമയാണ് എടുത്തേക്കണത്. ഒരു ഗ്ലാസ് ചാമ നമ്മൾ എത്രയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഉഴുന്നും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ചാമ എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ് ഉഴുന്നും അതുപോലെ 1/4 ടീസ്പൂണോളം ഉലുവയും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും, അതായത് ചാമയും ഉഴുന്നും നമ്മൾ വേറെ വേറെ ഇട്ടിട്ടാണ് കുതിർക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചാമ ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നും കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂറിന് ശേഷം, അതായത് നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വൈകിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ച് മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സർ ജാറിലിട്ടിട്ട് അരയ്ക്കുന്നത്. അതുപോലെ ചാമയിലെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ കുതിർത്താൻ വെച്ച വെള്ളം തന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് നമ്മൾ അടച്ച് അവിടെ വെക്കുകയാണ്. അപ്പോൾ 5-8 മണിക്കൂർ ഉണ്ടാവില്ല രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് എങ്ങനെയുണ്ട് മാവ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരച്ച് വെക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ അരച്ച് വെച്ചതിന് ശേഷം രാവിലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ അതങ്ങനെ പൊന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്ത് മാവ് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ കോരി ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി പാത്രത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ നല്ലപോലെ ആവിയൊക്കെ വന്ന സമയത്ത് ഞാൻ ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കി. അപ്പോൾ എല്ലാം വെന്ത് ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടുന്നത് ഇങ്ങനെ ഞാൻ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ അങ്ങനെ വിട്ടു പോരണ പോലെ ആവുകയെന്ന് പറയില്ലേ, അതുണ്ട്. എല്ലാം ഇഡ്ഡലി നിങ്ങൾക്ക് കണ്ടാലറിയാം ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട് തട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം ചൂടാറിയതിന് ശേഷം കാസറോളിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉഴുന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അളവിൽ. അപ്പോൾ ഞാൻ എന്തായാലും 1/4 ഗ്ലാസ് ഉഴുന്നാണ് ചേർത്തേക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് നമ്മുടെ ചാമ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നിയും കൂടിയിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഷുഗറിനും വണ്ണം കുറയുന്നതിനും ഒക്കെ വളരെ നല്ലതാണേ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.